എന്താ മണ്ണ് കാട്ടിന് ഉള്ളിയൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു തക്കാളി കറി ഉണ്ടോ? ഉള്ളി വെച്ചിട്ടാ? ഉള്ളി തക്കാളി വെച്ചിട്ട് സിമ്പിൾ കറിയാണ്. ഈ കറി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് വെച്ചാൽ സൂപ്പർ ആയിരിക്കില്ലേ? സൂപ്പറാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ ഉണ്ണി വരാത്തതുകൊണ്ട് എല്ലാവരും ചോദിച്ചായിരുന്നു. അവള് പഠിക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും പഠിക്കായിരുന്നു ഇത്ര നേരം. ഒരു പടുവളങ്ങ ഉപ്പേരിയുണ്ട്, മെഴുക്ക് വരട്ടി, എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി വെക്കണ്ടേ. എണ്ണയിലിട്ട് അങ്ങോട്ട് പുരട്ടി ഇങ്ങോട്ട് എടുത്താൽ മെഴുക്ക് വരട്ടി. അല്ലെങ്കിൽ സാധാ പോലെയാണെങ്കിൽ ഉപ്പേരിയായി. ഇത് മെഴുക്ക് വരട്ടിയാണ്. മെഴുക്ക് വരട്ടിക്കാം. നുറുക്കിയെടുക്കട്ടെ. പോട്ടെ. ബലം ഒരു മുറി ചിരകി എടുക്കട്ടെ. തേങ്ങ ചിരകാണ്. തേങ്ങ ചിരകെടുത്തിട്ട് അച്ഛനാണ് ഇടയ്ക്ക് ചിരകി തരിക. അച്ഛനൊക്കെ ഇഷ്ടം കൊണ്ട് ചിരകി തരികയാണ്. ആരോ പറഞ്ഞു അച്ഛനൊന്ന് മാറ്റി പിടിച്ചൂടെ. തേങ്ങയൊക്കെ ഇഷ്ടം കൊണ്ട് ചിരകി കൊടുത്തു തരുന്നതാണ്. സപ്പോർട്ടീവാണ്. സപ്പോർട്ടീവ്. ചിരകെടുക്കട്ടെ. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അത് ഇടുക. ഇട്ട് നന്നായി അരച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കുക. അപ്പം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ വരും. അരച്ചിട്ട് ഇടുക. ഞാൻ പാലെടുത്തിട്ടാണ്. നന്നായി അരക്കട്ടെ. തക്കാളി കറി വെക്കട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായാ? എണ്ണ ചൂടായിട്ടാ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് പൊട്ടട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. ഒരു 3 സവാള ഇതിലിട്ട് കൊടുക്കാം. വഴറ്റുക. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടാ. എനിക്ക് 5 പച്ചമുളക്, ഒരു 3 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ് ഇതിൻ്റെ എരിവ്. നന്നായി വഴണ്ട് വരട്ടെ. ഒന്ന് വഴണ്ട് വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് പൊടികൾ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാ. ഇതൊരു കളറിനാണ്. സാധാ മുളക് പൊടി ഇടുന്നുണ്ട്. സാധാ മുളക് പൊടി വേണ്ട, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. നല്ല എരിവാണ് പച്ചമുളക്. ഉപ്പ് പൊട്ടി വെച്ചിട്ടില്ല. ഇങ്ങനെ പച്ചമുളക് കടിച്ചാണ്ടല്ലോ പിന്നെ 3 ദിവസത്തേക്ക് എരിവില്ല. നല്ല എരിവുണ്ട് പച്ചമുളക്. പച്ചമുളക് നല്ല എരിവുണ്ട് പറഞ്ഞില്ല. ഒന്ന് അടച്ച് വെച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇത് അടച്ച് വെച്ചിരിക്കട്ടെ. അപ്പോൾ ഈ ജീരകവും തേങ്ങയും കൂടി അരച്ചത് ഒന്ന് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. എന്താ അമ്മൻ്റെ എക്സ്പ്രഷൻ? അതെ,
കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാം പാല രണ്ടാം പാല രണ്ടും കൂടി ഒരു പാല് കേട്ടോ. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട് വന്നു പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഒഴിച്ചു കറിയാണ്. തേങ്ങാപ്പാൽ വെച്ച് തിളയ്ക്കാനല്ലോ, തിളക്കണ്ട, ഒന്ന് ചൂടായിട്ട് കറി റെഡി. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പിട്ടു ഒരു തണ്ട് കറിവേപ്പില. ഓ, ഒരു തണ്ട് 2 തണ്ട് ഇടായിരുന്നില്ലെന്ന്. ഇറക്കട്ടെ. തേങ്ങാപ്പാൽ ഉള്ളിക്കറി, തേങ്ങാപ്പാൽ ഉള്ളി തക്കാളി കറി. ഞാൻ പടിവലങ്ങ ഒന്ന് മെഴുക്ക് പറ്റി വെക്കട്ടെ കേട്ടോ. മെഴുക്ക് പരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി ഒരു സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില. കുത്തുമുളക് പൊടിയാണ്. മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. ഉരുളക്കിഴങ്ങും പടവലയും കൂടിക്കണം. നൈസായി അരിഞ്ഞിട്ടില്ല ചേട്ടാ. അടിപൊളിയായിട്ട് അരിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ടുള്ള ഉപ്പേരി. മെഴുക്ക് വറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അടച്ചു വെച്ച് വയ്ക്കാട്ടെ. എന്താ ചോറ് വെന്താ നോക്കണം. ചോറ് നന്നായി വെന്തു കേട്ടോ. കുറേ നേരമായി. ഊറ്റിയെടുക്കട്ടെ. എന്താ ചെയ്യണേ? വെള്ളം നന്നായി താന്നു. കുടം കൊണ്ട് മുക്കിയിട്ട് കിട്ടണല്ലോ. മുക്കിയിട്ട് കിട്ടണല്ല. വെള്ളം താന്നു. വെയിലായില്ലേ? പടവലങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടാ. അടിപൊളി. നല്ല ആവി പറക്കണ ചോറ്, ചൂട് ചോറും കറണ്ട് മിന്നി നിൽക്കുന്നുണ്ട്. നല്ല തേങ്ങാപ്പാൽ തക്കാളി കറി ചപ്പാത്തിൻ്റെ കൂടിയും കഴിക്കാട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടി അടിപൊളിയാണ്. ചോറിൻ്റെ കൂടി സൂപ്പറാണ്. കറണ്ട് മിന്നി നിൽക്കാൻ ഫ്ലാഷ് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. തേങ്ങാപ്പാൽ തക്കാളി കറി, ചൂട് ചോറും അടിപൊളി മെഴുക്ക് പറ്റി. സൂപ്പർ മെഴുക്ക് പറ്റിയാണ്. നല്ല മണം ഗരം മസാല. ഞാനൊക്കെ ഫസ്റ്റ് ചോറുണ്ട് കഴിഞ്ഞു. അപ്പം എല്ലാവരും ഉണ്ടാക്കും. സിമ്പിൾ കറി തന്നെ. വളരെ എളുപ്പത്തിൽ പാല വെച്ചിട്ടൊന്ന് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം നിസ്സാരം
രുചി. അപാരം. ടൈറ്റിലുമായി. അപ്പം ഞങ്ങൾ തിന്നട്ടെ. ടപ്പ് എന്ന് പറയുമ്പോഴേക്കും ആവണ കറിയാണ്. അതാണ് ഞാൻ ചാറ് മാത്രം കൂട്ടിയിട്ട് ടപ്പെന്നുണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ അതൊക്കെ ഒരു നാട്ടിൻപുറത്തല്ലേ, ഞങ്ങളൊക്കെ എന്നും ദിവസം വെക്കുന്ന കറികളാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ. ബൈ ബൈ.